ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് ഈ ചിക്കൻ കറി നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പം ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ കല്യാണ വീട്ടിലൊക്കെ നമുക്ക് റൈസിൻ്റെ കൂടെ ഒക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ പെരട്ടിയിട്ട് നല്ല കറുത്തിട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര സിമ്പിളാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കൻ ആണ് കേട്ടോ. മീഡിയം സൈസിലുള്ള ചിക്കൻ ആണ്. ഞാൻ ഓൾറെഡി അത് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാവുന്നൂടെ കേട്ടോ. അപ്പൊ അതിന് മീഡിയം സൈസിലുള്ള 4 സവാള സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അത് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇടുന്നത്. അതെനിക്കൊരു ബൈ മിസ്റ്റേക്ക് സംഭവിക്കുന്നതാണ്. അപ്പൊ ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ജീരകം, ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക എന്നിവ ചേർത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സവോളയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതേ കണ്ടില്ലേ, എനിക്ക് ഇത് മറന്നുപോയി ഞാൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സവോളയൊക്കെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ കുക്കറിൽ ഈ മസാലക്കൂട്ട് മാത്രം ഒരു 2 വിസിൽ അടുപ്പിക്കണം കേട്ടോ. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതെന്തായാലും ചെയ്യണം. നമ്മൾ ഈ തക്കാളിയും നമ്മുടെ ഈ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ കണ്ടില്ല, നല്ലപോലെ ഒന്ന് കുറുകി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ നല്ലപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ മസാല കൂട്ടുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ഇതിന്റെ മണ്ടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ നമ്മുടെ ഈ കുക്കർ അടച്ചു വെക്കും. അപ്പൊ നമ്മൾ വിസിൽ ഇട്ട് കൊടുക്കത്തില്ല. വിസിൽ ഇടാതെ നമ്മൾ ഇത് അടച്ചു കൊടുത്തിട്ട് ഇതിന്റെ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടണമല്ലോ. നമ്മുടെ വറുത്ത ഒഴിച്ചിരിക്കുന്ന ചിക്കനും ഈ ഗ്രേവിയായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഈ വിസിലിടാതെ നമ്മൾ കുക്കർ ഇതുപോലെ അടച്ചു കൊടുക്കും. അപ്പൊ കണ്ടില്ലേ, ഇതുപോലെ ആവിപ്പോവും. അപ്പൊ ഒരു 10-15 മിനിറ്റ് നമ്മൾ അങ്ങനെ വെച്ചാൽ മതി. അടിക്കൊന്നും പിടിക്കത്തില്ല. എന്നിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാട്ടോ. അത് കണ്ടില്ല, നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് നല്ല കറുത്ത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മല്ലിയില ഇതിന്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിന്റെയും റൈസിന്റെയും നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ.